Welcome you all to this Commerce Easy Learning. Calicut University കീഴിലുള്ള BCom 4th semester സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും, അതേപോലെ യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആൻസറും, അതേപോലെ എസ്എ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ തൊട്ടുള്ള മുമ്പുള്ള വീഡിയോസിൽ ഞാനത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 21 വീഡിയോസിൻ്റെ മേലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ആയാലും കോൺട്രാക്ട് കോസ്റ്റിൻ്റെ ആയാലും അതിനൊക്കെ ഞാൻ ഓരോ എസ്എ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. MHR കണ്ടുപിടിക്കുന്നതും മെഷീൻ അവർ റേറ്റ് ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അതേപോലെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 115 ക്വസ്റ്റ്യനോളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഹാൽസെ ആൻഡ് റോവൻ പ്രീമിയം പ്ലാൻസ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത ഒരു 4 വർഷം കാണുമെന്ന് പറയില്ല, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പാരിസൺ, അതേപോലെ അതിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതും ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഏർണിങ്സ് ആൻഡ് ദ റേറ്റ് ഏൺഡ് per hour of a workman under Halsey and Rowan plans. The bonus under Halsey 50% of time saved. Standard time 20 hours, hourly rate of wage ₹2, actual time taken 16 hours. ഇത്രയും ഡീറ്റെയിൽസ് എന്തായാലും തന്നിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമും hourly rate of wages, ആക്ച്വൽ ടൈം ടേക്കൺ എത്രയാണെന്നൊക്കെ തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഈ പറഞ്ഞ ഡാറ്റാസിൽ നിന്നാണ് നമ്മൾ ഹാൽസെ പ്ലാനും അതേപോലെ തന്നെ റോവൻ പ്രീമിയം പ്ലാൻസിൻ്റെയും കാൽക്കുലേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പ്രോബ്ലം ആൻസർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ടൈം 20 hours, hourly rate of wages ₹2, ആക്ച്വൽ ടൈം ടേക്കൺ 16 hours എന്നല്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാൽസെ പ്ലാന്റെയും ചെയ്യണം, റോവൻ്റെയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഏതാണ് ഏണിങ്സ് കൂടുതലായിട്ട് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഹാൽസെ പ്ലാൻ്റെ ഏണിങ്സിനുള്ള ഫോർമുല T/R + 1/2 × S - T × R. ഓക്കെ, അപ്പോൾ ഇതിൽ T എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. T പറയുന്നത് ആക്ച്വൽ ടൈം ടേക്കൺ, ഹൗ മെനി അവേഴ്സ്, 16 hours. അപ്പോൾ നമ്മളവിടെ ടീൻ്റെ താഴത്തിൽ വന്ന് എഴുതി 16 എഴുതി, ഇൻറ്റു R എന്ന് പറയുന്നത് എത്രയാണ്, റേറ്റ് ആണ്. അപ്പോൾ അവർലി റേറ്റ് ഓഫ് വേജസ് എത്രയാണ്, ₹2. അപ്പോൾ 16 × 2 + ½ അത് അതേപടി എഴുതി. ദെൻ S = ദെൻ സ്റ്റാൻഡേർഡ് ടൈം, ദാറ്റ് ഈസ് എന്താ 20 - T എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. അതായത് ടൈം ടേക്കൺ 16 × R എന്ന് പറയുന്നത് 2 hours. ഇത് ഫോർമുലയിൽ അത് അങ്ങനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് 16 × 2 എത്രയാണ്, 32 + 1/2 × 20 - 16 എത്രയാണ്, 4 ഇൻറ്റു ഇവിടെയുള്ള 2 എടുത്ത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ 32 + 4 ദാറ്റ് ഈസ് ₹36. ഇതാണ് നമ്മുടെ ഹാൽസി പ്ലാനിലെ ഏണിങ്സ് കിട്ടുന്നത്. എത്ര രൂപയാണ് കിട്ടുന്നത് ഹാൽസി പ്ലാനിൻ്റെ, അല്ലെങ്കിൽ ഹാൽസി പറയുന്ന നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഏണിങ്സ് എത്രയാണ്, ₹36 ആണ്. ഏതിൻ്റെ, ഹാൽസി പ്ലാൻ്റെ. ഇനി നമുക്ക് ഏതാ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്, റോവൻ പ്ലാൻ്റെ ആണ്. റോവൻ പ്ലാൻ്റെ ഫോർമുല, ഏണിങ്സിൻ്റെ കിട്ടാനുള്ള ഫോർമുല എന്ന് പറയുന്നത് T/R + S - T / S × T × R. ഇനി തന്നിരിക്കുന്നതിൽ 16 T എന്ന് പറയുന്നത് നമുക്കറിയാം, തന്നിരിക്കുന്നുണ്ട് എത്രയാണ് T എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അത് അതേപടി എഴുതി 16 ഇൻറ്റു റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് S - T ആണ്. S സ്റ്റാൻഡേർഡിൻ്റെ റേറ്റ് എത്ര, 20 - 16 / 20 ഇൻറ്റു 16 × 2. കാരണം അത് അതേപടി തന്നിട്ടുണ്ട്, അതങ്ങനെ എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര വരും, ₹2.40. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലാണ് വരിക, ഹാൽസി പ്ലാന്റെയും റോവൻ പ്ലാന്റെയും. ഓക്കെ, ഇതൊന്ന് നോക്കി നോട്ട് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സ്, തിയറിയാണ്. ദെൻ അടുത്തത്, വാട്ട് യു മീൻ ബൈ ഓവർ ഹെഡ്, സ്റ്റേറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അപ്പോർഷനിങ് ഓവർ ഹെഡ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണേ. പിന്നെ ഒരു പ്രോബ്ലം നോക്കാം, അതിൻ്റെ ആൻസറും ഞാൻ ഈ പറയുന്ന വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാലിമാർ ലിമിറ്റഡ് ഹാസ് 4 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, MNO ആൻഡ് P. ഓക്കെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 4 MNOP ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, S1 ആൻഡ് S2.
Okay, the particulars of expenses of the respective departments are as follows. ഈ പറയുന്ന പെർട്ടിക്കുലർസ് കുറേ എക്സ്പെൻസസ് ഉണ്ട്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര രൂപ എക്സ്പെൻസ് ആയ 1000, എന്നിന് 900 റുപ്പീസ്, ഒയ്ക്ക് 800, പിക്ക് 700. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 എന്ന് പറയുന്നത് 550, അതേപോലെ S2 എന്ന് പറയുന്നത് 380. ഓക്കെ, ഇത്രയുമാണ് ഈ പറഞ്ഞതിൽ. ഇനി അടുത്ത തന്നെ ഒരു ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ് ആർ ചാർജ്ഡ് ഔട്ട് ഓൺ എ പെർസെൻറ്റേജ് ബേസിസ് ഗിവൺ ബിലോ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചെലവുകൾ ഇവർ പെർസെൻറ്റേജ് രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്ന് അറിയോ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയ MNOPക്ക് കൊടുത്തിരിക്കുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S1 കൊടുത്ത് 10% ഫോർ എമ്മിന് 30%, N ദെൻ ഒയ്ക്ക് 20%, പിക്ക് 20%. ഓക്കെ, ഇവിടെ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ S2ലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20%. ദെൻ S2ൽ 30%, 20%, 30%, 1% ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ S1ന് 10%. Using the above information, apportion the service department expenses to various production department. ഇവിടെ തന്നിരിക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അപ്പോർഷൻ ബേസിസ് ഉണ്ട്. അത് വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ പറഞ്ഞത് എക്സ്പെൻസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എക്സ്പെൻസസിൻ്റെ ഈ പറഞ്ഞ ഇത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എക്സും വൈയും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ പറയുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഏതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും? 10%, 30%, 20%, 20%. അതൊക്കെ നമുക്ക് റേഷ്യോ കാണാം. 1:3, 2:2 എന്നൊക്കെ പറഞ്ഞിട്ട് റേഷ്യോ കാണേ. അങ്ങനെയൊക്കെ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വഴിയെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ബി ദ ടോട്ടൽ ഓവർഹെഡ്സ് ഓഫ് S1. അതായത് നമുക്കറിയാം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് S1 കേട്ടോ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ആൽഫബറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എക്സ് ബി ദ ടോട്ടൽ ഓവർഹെഡ് ഓഫ് S1, ദെൻ വൈ ബി ദ ടോട്ടൽ ഓവർഹെഡ്സ് ഓഫ് S2, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയത്. ഓക്കെ, ഇനി അതിന് നമ്മൾ എങ്ങനെയിലേക്ക് മാറ്റുമെന്നറിയും. പറഞ്ഞതിനെ നമ്മളിതിലേക്ക് എന്താണ് തന്നിരിക്കുന്ന ഡാറ്റാസ് അത് അതിലേക്ക് മാറ്റുക. എക്സ് ബി ദ ടോട്ടൽ ഓവർഹെഡ് ഓഫ് S1 എന്നല്ലേ പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ എത്രയാണ് ഓവർഹെഡ്സിൽ പറഞ്ഞിരിക്കുന്നത്? 550 അല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അത് അതേപടി എഴുതാം. 550 പ്ലസ് ഇത് സർവീസസിൻ്റെ വൈ സർവീസസിൻ്റെ എത്ര പെർസെൻറ്റേജ് പറയുന്നത്? 10% ഓഫ് വൈ എന്നല്ല, അപ്പോൾ 10% വൈ. ദെൻ വൈ ഈക്വൽ 380 പ്ലസ് 20% ഓഫ് എക്സ്. മനസ്സിലായോ? ദാറ്റ് ഈസ് 550 പ്ലസ് ഈ പറയുന്ന 10% എന്ന് പറഞ്ഞാൽ എന്താ? 0.1 അല്ലേ? അതായത് 10 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഡെസിമൽ ഇങ്ങോട്ട് വരരുത് അല്ലേ? 0 കട്ട് ചെയ്തിട്ട് ബാക്കി എത്രയുള്ളത്? ഒരു ഡെസിമൽ ഇങ്ങോട്ട്, അപ്പോൾ 0.1 വരും. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ഇക്വേഷൻ 1. ദെൻ അടുത്ത് 380 പ്ലസ് 20% എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 20/100 എന്നല്ലേ വരിക? അപ്പോൾ 20/100 പറയുമ്പോൾ എത്ര? ഈ 0 കട്ട് ചെയ്ത് ഈ 0, അപ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ ഡെസിമൽ, അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 0.2 അല്ലേ വരിക? അതുകൊണ്ട് ഇവിടെ 0.2x. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ക്ലിയർ ആയല്ലോ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ 10 ടു എലിമിനേറ്റ് ഡെസിമൽ. കാരണം ഡെസിമൽ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ആഡീഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഡിഫിക്കൽട്ട്. അപ്പോൾ സോ വി മൾട്ടിപ്ലൈ ബൈ 10. കാരണം എന്തിനാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 10 വെച്ചിട്ട് ഡെസിമൽ ക്ലിയർ ആക്കുക, ഈ ഡെസിമൽ മാറിക്കിട്ടാൻ. ഇവിടെ ഒരു ഡിജിറ്റിൻ്റെ ഡെസിമലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ 10 വന്നത്. ഇനി 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ബൈ 100 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഡെസിമലേ ഉള്ളൂ, അതുകൊണ്ട് 10 ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗോട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? എക്സിൻ ഒരു സ്ഥലത്ത്, പിന്നെ അങ്ങനെ വേണം നമ്മൾ കറക്റ്റായിട്ട് ഓർഡർ ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 ഇൻറ്റു എക്സ് എത്രയാ? 10x ഇവിടെ എഴുതി. ഈക്വൽ 550 ഇൻറ്റു 10 എത്രയാ? 5500 പ്ലസ് ഈ പറയുന്ന 10% അതായത് 0.1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗോട്ട് 1. അപ്പോൾ 1y. ദെൻ അടുത്തത് അതേപോലെ വൈക്ക് നേരെ തിരിച്ചിടുക. അപ്പോൾ എങ്ങനെ വരിക? മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 ഇൻറ്റു വൈ എത്രയാ? 10y ഈക്വൽ 380 ഇൻറ്റു 10 3800 പ്ലസ് 20%ൻ്റെ നമ്മൾ ഡെസിമൽ പറയുമ്പോൾ 2.2 ആണ്. അത് ഡെസിമൽ മാറ്റം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറും, എന്താവും? 2x ആവും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനിലും പറഞ്ഞത് ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന്? ക്ലിയർ. ഡെസിമൽ മാറ്റാൻ വേണ്ടി നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇനി നമ്മളിത് ഓർഡർ ആയിട്ട് എഴുതണം. എക്സും വൈയും ഒരു സൈഡിൽ, നമ്പേഴ്സ് വേറെ ഇതിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഫസ്റ്റ് എടുത്ത് എഴുതി.
10x മൈനസ് 1y ഈ പ്ലസ് 1y അല്ല അത് ഈക്വലിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ അത് പ്ലസ് എന്താവും മൈനസ് ആവും അപ്പോൾ മൈനസ് 1y ഈക്വൽ 5500. ദെൻ ഇവിടെ y ആണ്, പക്ഷെ ഫസ്റ്റ് എന്താ വേണ്ടത് എക്സ് ആണ്. അപ്പോൾ 2x ഇവിടെ പ്ലസ് 2x ആണ്. ഇത് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും മൈനസ് 2x. ഓക്കെ, പിന്നെ ഇവിടെ y ഈക്വലിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് അതേപോലെ എഴുതാം പ്ലസ് 10y ഈക്വൽ 3800. ദെൻ നമുക്ക് മൾട്ടിപ്ലൈ ഇക്വേഷൻ നമ്പർ 5 ഈ ഇക്വേഷൻ നമ്പർ 5നെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന എക്സിനെ സെയിം ആക്കണം, അതർവൈസ് വൈനെ സെയിം ആക്കുക. ഇപ്പോൾ എക്സിനെ സെയിം ആക്കണമെങ്കിൽ നമ്മൾ താഴത്തെ ഇക്വേഷനെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വരും. അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും? ഇവിടെ 5 വെച്ച് 10 ആക്കണമെങ്കിൽ ഇവിടെ 2 × 5 കൊണ്ട് ചെയ്യുമ്പോൾ 10x വരും. ഇവിടെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10 × 5. അതേപോലെ 3800 × 5 ചെയ്യണം. അപ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് വരുന്നത് 10 വെച്ച് ചെയ്യുമ്പോൾ 0 ഇട്ടിട്ട് പോവല്ലേ വേണ്ടുള്ളൂ, എളുപ്പമല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ 10 ഇട്ടിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കത് എങ്ങനെയാണോ എക്സ് അല്ലെങ്കിൽ വൈ സെയിം ആക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെയിം ആക്കിയാൽ മതി. അത് ഏത് നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആവുന്നോ ആ നമ്പർ നമുക്ക് യൂസ് ചെയ്യാം. റെഡി? 10 തന്നെ വേണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 10x × 10 എത്രയാ? 100x അല്ലേ? 100x മൈനസ് 1y × 10 എത്രയാ? മൈനസ് 10y ഈക്വൽ 5500 × 10 ദാറ്റ് ഈസ് 55000. പിന്നെ നമുക്ക് അതേ ഈ ഇക്വേഷൻ അതേപടി എഴുതി 2x പ്ലസ് 10y ഈക്വൽ 3800. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്താൽ മതി? അഡീഷൻ ചെയ്താൽ മതി, ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുക വേണ്ടത്. ഓക്കെ, അപ്പോൾ 100xൽ നിന്ന് ഈ 2x മൈനസ് ചെയ്യുമ്പം എത്രയാണ് വരുന്നത്? 98x. കാരണം ഇവിടെ നമുക്ക് എന്ത് ഉണ്ടെന്ന് പറയുന്നത് അറിയാലോ, അതിൽ മൈനസ് അല്ലേ, മൈനസ് 2x ആയിരുന്നു അല്ലേ. അപ്പോൾ 100x അതേപോലെ മൈനസ് 2x 98x. ഇവിടെ അതിൽ പറയുന്നത് ഇവിടെ പോസിറ്റീവ് സൈന്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ 0 വരും. ഓക്കെ, ദെൻ ഇത് നമ്മൾ എന്ത് സെയിം അല്ല, ആഡ് ചെയ്യണ സമയത്ത് സെയിം ആണ്. അപ്പോൾ 55,000 പ്ലസ് 3800 എന്ന് പറയുമ്പം എത്ര നമുക്ക് കിട്ടുക? 58,800 കിട്ടും. അപ്പോൾ 98x ഈക്വൽ 58,800. ദെൻ നമുക്ക് ഈസി ആയിട്ട് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ 58,800 ഡിവൈഡഡ് ബൈ 98 എത്ര വരും? ₹600. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. എക്സ് എത്രയാ? 600 കിട്ടി. ഇനി നമുക്ക് എളുപ്പമല്ലേ, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ, ഏത് ഇക്വേഷനിലാണെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇക്വേഷനിലാണ് ചെയ്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ -2 × x ഈ ഇക്വേഷനിലാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം -2 × എക്സിൻ്റെ സ്ഥാനം എത്ര? ഇവിടെ 600 ആണ്. അപ്പോൾ 600 പ്ലസ് 10y അത് അതേപോലെ എഴുതി 10y ഈക്വൽ 3800. -2 × 600 എത്രയാ? -1200 പ്ലസ് 10y ഈക്വൽ 3800. ദെൻ ഈ 10y അതേപോലെ എഴുതി 10y ഈക്വൽ 3800. ഇവിടെ വരുന്ന മൈനസ് ഇങ്ങോട്ട് ഈക്വലിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 1200. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5000 വരും. അപ്പോൾ y ഈക്വൽ എന്താ വരിക? 5000 ഡിവൈഡഡ് ബൈ 10. ഈ 10 ഇങ്ങോട്ട് താഴോട്ട് വരില്ലേ? അപ്പോൾ 10. അപ്പോൾ ആൻസർ എത്ര വരും? ഇവിടെ ₹500. 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എത്ര വരും? 500. അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാ? 600ഉം y എന്ന് പറയണത് 500. ക്ലിയർ ആയോ ഈ ഒരു മെത്തേഡിൽ പറഞ്ഞത്? ഇനി അടുത്തതിൽ എങ്ങനെയാണ് അതിൽ സെക്കൻഡറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എക്സും വൈയും എന്ത് ചെയ്യണം? ഫൈൻഡ് ഔട്ട് ചെയ്യണം. ക്ലിയർ ആയോ? സെക്കൻഡറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അതിൽ എക്സ്പെൻസസ്, ബേസിസ് ഓഫ് അപ്പോർച്ച്മെൻറ്റ്, ടോട്ടൽ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ടോട്ടൽ എഴുതിയില്ലെങ്കിൽ ഈ കോളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രയൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം എഴുതണം. ഇവിടെ MNOP ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓവർഹെഡ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എമ്മിൽ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ₹1000 എന്ന്. MNന് എത്രയാണ്? 900 ആണ്. MNOക്ക് 800, Pക്ക് 700 ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആ പറയുന്ന ഡിസ്ട്രിബ്യൂഷനിലേക്ക് എങ്ങനെ ഓവർഹെഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവീസ് 1ൽ S1ൽ നിന്ന് നമുക്ക് എത്രയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ആർക്കൊക്കെ കൊടുക്കുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്, ഏതൊക്കെ അപ്പോർച്ച്മെൻറ്റിലാണ്, ഏതിൻ്റെയൊക്കെ റേഷ്യോൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം.
ഓവർഹെഡ്സ് ഓഫ് S1 80% ഓഫ് 600. നമുക്കത് അറിയാൻ പറ്റും. ഓവർഹെഡ് S1-ൻ്റെയാണ്. S1-ലെ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ട് നേരെ നോക്കും. ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ MNOP കണ്ടോ 10%, 30%, 20%, 20%. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ S1-ൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏതിനാണ് കൊടുക്കുന്നത് 20% ആണ്. അപ്പോൾ 20% സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ബാക്കി എത്ര 80% അല്ലേ? ആ 80% ആണ് ഇത്. അപ്പോൾ 80% ഓഫ് നമ്മൾ ഓൾറെഡി എക്സിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിന് എത്രയായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് 600 അല്ലേ? നമ്മൾ ഇക്വേഷൻ ഇട്ടിട്ട് ചെയ്തില്ലേ 600 ആണ്. അപ്പോൾ ആ 600 ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെ റേഷ്യോയിലാണ് നോക്കൂ. ഈ പറയുന്ന S1 അല്ലേ, സർവീസ് 1 അല്ലേ, 1:3:2:2. ഓക്കെ, ഈ 10% നമുക്ക് റേഷ്യോ ആയിട്ട് മാറ്റുമ്പോൾ 10നെ ഷോർട്ടാക്കി ഇതിലും ചെറുതാക്കുമ്പോൾ എങ്ങനെയാണ് വരും 1:3:2:2 എന്നൊക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ 10:30:30 20:20 എന്ന് എഴുതാം. പക്ഷെ വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ 1:3:2:2 എന്ന് പറയുന്നത്. അത് അതേപടി നമ്മൾ റേഷ്യോസ് എഴുതാം. അപ്പോൾ ഈ പറഞ്ഞ റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഈ പറഞ്ഞ 600 നമുക്ക് ഈ പറഞ്ഞ എക്സിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയാം. ഇവിടെ 600 × 80% എന്നല്ലേ പറഞ്ഞു. അപ്പോൾ 80 / 100. ഓക്കെ, അപ്പോൾ 100 0 കട്ട് ചെയ്തു. അപ്പോൾ 6 × 8 എത്രയാണ് 48. അപ്പോൾ 0. അപ്പോൾ 6 × 80 എത്രയാണ് 480. അത് നമുക്ക് ടോട്ടൽ 480 കിട്ടി. ഇനി നമ്മൾ ഏത് റേഷ്യോയിലാണ് കാണേണ്ടത് 1:3:2:2. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ പറയുന്ന 480 × എത്രയാണ് ഇവിടെ എമ്മിന് എത്രയാണ് 1 അല്ലേ? അപ്പോൾ 480 × 1 / എത്രയാണ് 8 എങ്ങനെയാണ് 1 + 3 എത്രയാണ് 4 4 + 2 6 6 + 2 8. ആ ടോട്ടലാണ് ഇവിടെ. അപ്പോൾ 480 × 1/8 ആണ് 60. അപ്പോൾ അടുത്ത എന്നിന് എങ്ങനെയായിരിക്കും വരിക 480 × 3 / 8 അത് 180 ഇവിടെ. ഇനി 120 എങ്ങനെ കിട്ടുക? അതേപോലെ 480 × 2/8 120. ഇവിടെയും അതേപോലെ പിക്കും അതേപോലെ എങ്ങനെയാ 480 × 2/8 120 കിട്ടും. റേഷ്യോ ഡിവൈഡ് ചെയ്ത് മനസ്സിലായല്ലോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ. ഇത് S1-ൽ നിന്ന്. ഓക്കെ, അപ്പോൾ S1. ഇനിയിപ്പോൾ എന്തായിരിക്കും ഓവർഹെഡ്സ് ഓഫ് S2-ൽ 90% ഓഫ് 500. S2 സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. S2 നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. S2-ൽ ഏതൊക്കെയാണ് എന്നുള്ളത് S2-ൻ്റെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 10% ആണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്കിയുള്ള നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിരിക്കുക. അപ്പോൾ 90% വരിക. അതിലേക്ക് നമുക്കറിയാം 30 ഉണ്ട് 3+ അല്ലെങ്കിൽ 30 + 20 + 30 + 10 എത്രയാണ് 90 എന്നിൽ വരിക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 10 ആണ്. ബാക്കി ഇപ്പോൾ 90%. അപ്പോൾ S2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് S2-ൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ 90%. അപ്പോൾ ഇത് ഏതിൽ നിന്ന് എടുക്കേണ്ടത് Y അല്ലേ? Y ഓൾറെഡി നമുക്ക് അറിയാം എത്രയാണ് 500 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇതിൽ പറയുന്ന സമയത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഓവർഹെഡ്സ് ഓഫ് S2 90% ഓഫ് 500. ഇതും അതേപടി റേഷ്യോയിൽ എഴുതി. റേഷ്യോ അപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. എങ്ങനെയാണ് റേഷ്യോ കിട്ടിയത്? ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് S2-ൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 3:2:3:1. അതാണ് ഈ പറയുന്ന നമുക്ക് ഏതിൽ ഓവർഹെഡിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി 500 അല്ലേ വൈക്ക് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും 500 × എത്ര പെർസെൻറ്റേജാണ് 90%. അപ്പോൾ എത്ര വരും 450. അതാണ് ടോട്ടൽ. ഇനി ആ 450-യുടെ എത്ര കാണണം 450 × 3 അല്ലേ ഇവിടെ. അപ്പോൾ 3 / എത്ര വരിക 3 + 2 5 5 + 3 എത്രയാണ് 8 8 + 1 9. അപ്പോൾ 450 × 3/9 = 150. ഇനി അടുത്തത് എങ്ങനെയാണ് വരിക 450 × 2/9 100. ദെൻ അടുത്ത് 3 ആകുമ്പോൾ നമുക്കറിയാം 3 വരുമ്പോഴും 450 × 3/9 150. അതേപോലെ ഇവിടെ 450 × എത്രയാ 450 × 1/9 വരും. 9 വരുമ്പോൾ എത്രയാ 50 വരും. ഓക്കെ, അത് ഓവർഹെഡ്സ് ഓഫ് S2-ൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ആകെ എന്താ ചെയ്യാനുള്ളൂ? ഈ പറഞ്ഞതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ഈ സൈഡിൽ 3400 480 450. അപ്പോൾ നമുക്ക് എത്ര വരും? ഇവിടെ എത്ര ടോട്ടൽ വരിക 4330 വരും. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരിക 1060 പിന്നെ എത്രയാണ് 150. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക 1210.
210. ഇനി ഇവിടെയോ 900 180 100 എത്രയാ വരുന്നത് 1180. ഇനി ഇത് 800 120 150 എത്രയാ 1070. ഇനി അടുത്തത് എത്ര വരിക 700 120 50 എത്രയാ വരിക 870. അപ്പോൾ ഈ പറഞ്ഞ ടോട്ടലും കൂടി എഴുതി വയ്ക്കുക 870. ഓക്കെ, ഇത്രയാണ് ഈ പറയുന്ന നമ്മുടെ സെക്കൻഡറി ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യം തന്നെയാണ്. പിന്നെ അതേപോലെ ലാസ്റ്റ് ഇയർ ഈ പറയുന്ന ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയി? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എസ്സേ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം എനിക്ക് തോന്നുന്നു ഐ തിങ്ക് 21 മോർ ദാൻ ദാറ്റ്. ഓക്കെ, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം. അതിൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ രീതിയിലും ഓവർഹെഡിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണുക. ഈ ടൈപ്പിലുള്ള, അതായത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ്റെ പറഞ്ഞില്ല ആ ഒരു പ്രോബ്ലം എസ്സേ ടൈപ്പായിട്ട് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ പ്രതീക്ഷിക്കാം. സോ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് ഓർത്ത് വെക്കുക. എങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.